ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഷാനി അവിടെ നിന്നും ഇറങ്ങി പോവാണ് കേട്ടോ. പിന്നീട് ഷാനി അവിടെ നിന്നും പോകുമ്പോൾ ഭയങ്കര സങ്കടത്തോടു കൂടി പോവുകയാണ്. എന്നാലും തനിക്ക് പോയല്ലേ പറ്റുള്ളൂ. സത്യഭാമയുടെ കുടുംബജീവിതം തകർക്കുന്നത് താനാണെന്ന് പറഞ്ഞ ആ വാക്ക് വല്ലാത്തൊരു മനോവിഷമം തന്നെയാണ് കേട്ടോ. പക്ഷെ ഒന്നും അറിയാതെ കുഞ്ഞ് വളരെ സന്തോഷത്തിൽ ടൂറാണെന്ന് കരുതി യാത്രയായിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം കുഞ്ഞ് പെട്ടെന്ന് പറയാണ്, അതെ അമ്മേ, എനിക്കെൻ്റെ ബിഗ് ഫ്രണ്ടിനെ വിളിക്കണം എന്ന് പറയാൻ കേട്ടോ. ഇത് കേൾക്കുന്നതിനോട് കൂടി ഷാനി പറയണേ, ഈ സമയം ബിഗ് ഫ്രണ്ടിനെ വിളിക്കണ്ട എന്ന് പറയാൻ കേട്ടോ. അത് കേട്ട സത്യം പറയണേ, എനിക്കെന്നെ അറിയിക്കണം. അത് വേണ്ട, പപ്പിക്ക് വിഷമാവുമ്പോളെ നമുക്ക് ടൂർ പോയതിന് ശേഷം എന്നാൽ ടൂർ പോയതിന് ശേഷം വന്ന് വിളിക്കാം എന്ന് പറഞ്ഞ് യാത്രയായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം പപ്പിയാണ് കാണിക്കുന്നത്. പപ്പി വീണ്ടും എൻ്റെ ചേച്ചിയമ്മയെ എനിക്ക് കാണണം, മാപ്പ് പറയണം എന്നുള്ള വാക്കുകളൊക്കെയാണ് കേട്ടോ. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഇങ്ങനെ ശ്യാമ ഓടി വരുന്നത്. അപ്പോൾ വിഷ്ണുവിൻ്റെ ഫോൺ അപ്പോഴും ശാരദാമ്മ അറിയാതെ വിളിച്ചും കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ വിഷ്ണു സൈലൻ്റ് ആയതുകൊണ്ട് തന്നെ അറിയുന്നില്ല കേട്ടോ. അപ്പോൾ ഈ സമയം ശ്യാമ വന്നിട്ട് പറയാണ്, എൻ്റെ വിഷ്ണുവേട്ട, എനിക്ക് വിഷ്ണുവേട്ടനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താണെന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ മോളുടെ ജീവൻ രക്ഷിച്ചത് ഇന്ന് ആരാണെന്നറിയാം വിഷ്ണുവേട്ട? നമ്മുടെ പപ്പി മോളുടെ ജീവൻ രക്ഷിച്ചത് കുഞ്ഞേച്ചിയാണെന്ന് പറയട്ടെ. എന്താ നീ പറഞ്ഞത്? അതെ, കുഞ്ഞേച്ചിയാണ്. കുഞ്ഞേച്ചിയെ ഇന്ന് സത്യഭാമ ഇവിടെ നിന്ന് നോവിച്ച് വിട്ടത്. കുഞ്ഞേച്ചി ഒരുപക്ഷെ നാട് വിടുമോ എന്ന് പറയാൻ കഴിയില്ല. ഈ നാട്ടിൽ നിന്ന് തന്നെ കുഞ്ഞേച്ചി പോകുമോ എന്ന് പറയാൻ കഴിയില്ല. കുഞ്ഞേച്ചി ഇവിടെ വന്നത് കുഞ്ഞിനെ രക്തം കൊടുക്കാൻ വേണ്ടിയാണെന്ന് പറയുമ്പോൾ, നീ പറയുന്നത് സത്യമാണ്. എന്നിട്ട് എന്താ നീ എന്നോട് ഈ വിവരം പറയാനെന്ന് ചോദിക്കുമ്പോൾ, അതിനെങ്ങനെ? സത്യാമ്മ എൻ്റെ കുഞ്ഞേച്ചിയെ കണ്ടപ്പോൾ തന്നെ കടിച്ചു കീറുകയല്ലേ ചെയ്തത്. അതുകൊണ്ട് എൻ്റെ കുഞ്ഞേച്ചി ഒരുപക്ഷെ ഈ നാട്ടിൽ നിന്ന് പോകുമോ എന്നൊരു ഭയം എനിക്കുണ്ട്. അതുകൊണ്ട് എൻ്റെ കുഞ്ഞേച്ചി പോകുന്നത് തടയണമെന്ന് പറയാൻ കേട്ടോ. ഈ സമയമാണെങ്കിലും ഷാനി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ശാരദാമ്മയാണെങ്കിൽ ഭയങ്കര വിഷമത്തിലായിരിക്കും. അതുപോലെ തന്നെ ഷാനി ഇടനെഞ്ച് പൊട്ടുന്ന വേദനയുമായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഷാനിക്ക് വേദന താങ്ങാനാവാതെ, തനിക്ക് ഒന്ന് അട്ടഹസിച്ച് കരയാൻ പോലും ആവാതെ ഷാനി ഇങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഉടൻ തന്നെ അവിടെ ഇങ്ങനെ പപ്പി പറയുന്നുണ്ട്, അമ്മേ, നമ്മൾ ഏത് രാജ്യത്തോട്ട് സത്യം പറയുന്നുണ്ട്, ഏത് രാജ്യത്തോട്ടാണ് ഒന്നൊന്ന് പോകുന്നെന്ന് അമ്മ പറഞ്ഞില്ല, അഹമ്മദാബാദിലോട്ട് എന്ന് പറയണ്ട. അത് കേൾക്കുന്ന കുട്ടി പറയണ, അഹമ്മദാബാദിലോട്ടോ, എന്തായാലും അടിപൊളി തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞ് അവർ ആ റെയിൽവേ സ്റ്റേഷനിലെ ആ സൈഡിലായിട്ട് ഒരു ചെറിയൊരു സീറ്റ് ഉണ്ടാവും, അവിടെ ഇങ്ങനെ ചെന്നിരിക്കാനായിട്ടാ. അപ്പോൾ ഉടൻ തന്നെ കുഞ്ഞ് പറയണേ, സത്യം പറയണേ, അതെ, എൻ്റെ ബിഗ് ഫ്രണ്ടിനെ ഞാൻ എന്താണ് വരുമ്പോൾ കൊണ്ടുവരിക എന്നിങ്ങനെ പറയുമ്പോൾ, നീ ആ ബിഗ് ഫ്രണ്ടിൻ്റെ സ്വന്തം മോളെ കൊടുത്താൽ മതിയെന്ന് പറയട്ടെ, ഒരു ഭാര്യയെയും എന്ന് പറയുമ്പോൾ, എന്താ ശാരദാമ്മ പറഞ്ഞത് എന്ന് സത്യ ചോദിക്കുമ്പോൾ ഉടൻ അത് കേട്ട ഷാനി ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. കാരണം എന്താ അമ്മ എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ, അയ്യോ, ഞാൻ അങ്ങനെയല്ല, ഒരു അച്ഛനെയും ഭാര്യയൊക്കെയല്ലേ ബിഗ് ഫ്രണ്ടിന് വേണ്ട, അവരുടെ ചേച്ചിയമ്മയെ കൊണ്ടു കൊടുത്താൽ മതി എന്നുള്ളത് പറയുകയാണെന്ന് പറഞ്ഞതാണ് എന്ന് പറയാം കേട്ടോ. എനിക്കത് കൊണ്ടു കൊടുക്കണം, നല്ല ആഗ്രഹമുണ്ട്, ബിഗ് ഫ്രണ്ടിൻ്റെ ചേച്ചിയമ്മയെ കണ്ടെത്തി കൊടുക്കണം. അതിന് ഞാൻ അവരുടെ ഫോട്ടോ കണ്ടിട്ടില്ലല്ലോ എന്ന് പറയാം കേട്ടോ. ഈ സമയമാണെങ്കിൽ എൻ്റെ ബിഗ് ഫ്രണ്ടായ പപ്പിക്ക് എന്താ ഞാൻ വരുമ്പോൾ കൊണ്ടുവരിക, അവളുടെ അമ്മയെ കൊണ്ടു കൊടുത്താൽ മതി എന്ന് പറയണ്ട. ഇത് കേട്ട ഉടൻ തന്നെ, എന്താ ശാരദാമ്മ പറഞ്ഞത്, അവളുടെ അമ്മയല്ലേ ശ്യാമ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ ഷാനി വീണ്ടും ശാരദാമ്മയെ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയം ശാരദാമ്മ പറയണേ, അല്ല മോളെ, അത് പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ശാരദാമ്മ ഇങ്ങനെ സംസാരിച്ച് തുടങ്ങുകയാണ്. ഇതേ സമയം കുഞ്ഞാണെങ്കിലോ ഇങ്ങനെ വലിയ സന്തോഷത്തിലായിരിക്കും. അപ്പോഴാണ് റെയിൽവേ സ്റ്റേഷനിൽ അരമണിക്കൂറിനുള്ളിൽ അഹമ്മദാബാദിലോട്ട് പോകാനുള്ള ആ ഒരു ട്രെയിൻ ഇപ്പോൾ വരുമെന്ന് പറയുമ്പോൾ കുഞ്ഞിങ്ങനെ കൈകൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ. ഈശ്വര, എത്തിയല്ലോ, എനിക്ക് ഇന്ന് ടൂർ പോവാണല്ലോ. ടൂറിന് പോയി വരുമ്പോൾ എൻ്റെ ബിഗ് ഫ്രണ്ടിനും എൻ്റെ നല്ലൊരു ഫ്രണ്ടിനുമായ പപ്പിക്കും വിഷ്ണു അച്ഛനും നല്ലടിപ്പോൾ ഒരു സമ്മാനം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് കുട്ടി ഇങ്ങനെ കൈകൊട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷേ കുഞ്ഞിനെ അറിയില്ലല്ലോ താൻ ഈ എന്നേക്കുമായി നാട് വിടാടുന്നത്. അപ്പോൾ ശാരദാമ്മ അത് പറയുന്നുണ്ട്. അപ്പോൾ ഷാനിയാണെങ്കിൽ, എൻ്റെ മോള് പാവം, അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായ പപ്പിയെ വിട്ടാണ് പോകുന്നത്. അവളുടെ സ്വന്തം ഇരട്ട സഹോദരിയല്ലേ, അതിൽ അവളുടെ ജ്യേഷ്ഠത്തി എന്ന് തന്നെ പറയാം. അതിനെയും കൊണ്ട് അതിനെ വിട്ട് അവൾ പോവുകയാണ്. ഇനി അവൾക്ക് അവളുടെ പപ്പിയെ കാണാൻ കഴിയില്ല. പക്ഷേ എൻ്റെ മോളിൽ നിന്ന് എനിക്ക് സത്യം മറിച്ച് വെച്ച് പറ്റത്തുള്ളൂ. കാരണം ആവശ്യം എൻ്റേതും കൂടിയാണ്. ഞങ്ങൾ കാരണം ആരുടെയും ജീവിതം തകരുതെന്നൊക്കെ പറഞ്ഞ് ഷാനിക്ക് ഇങ്ങനെ കരച്ചിൽ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഈ സമയം വിഷ്ണുവിനോട് ശ്യാമ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വിഷ്ണു തന്നെ ഫോൺ എടുക്കുകയാണ്. പെട്ടെന്ന് ഷാനിക്ക് വിളിക്കട്ടെ എന്ന് കരുതി ഫോൺ എടുക്കാൻ നോക്കുമ്പോൾ അതിലൊരുപാട് തവണ ശാരദാമ്മ ഇങ്ങനെ വിളിച്ചിരിക്കുന്നത് കാണട്ടെ. ഇത് കാണുന്ന വിഷ്ണു പുറത്തോട്ട് ഇറങ്ങുകയാണ്. പിന്നീട് ശാരദാമ്മക്ക് വിളിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ശാരദാമ്മയാണെങ്കിൽ വിഷ്ണുമോനൊന്ന് വിളിച്ചെങ്കിൽ എന്നിങ്ങനെ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ റെയിൽവേ വരാന്തയിൽ ശാരദാമ്മ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് വിഷ്ണുവിൻ്റെ ഫോൺ അടിക്കുന്നത്. അപ്പോൾ ഷാനിയാണെങ്കിൽ നല്ല ടെൻഷനിലാവുന്നത് കൊണ്ട് തന്നെ ഷാനി ഈ ഫോൺ കോളൊന്നും ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ ശാരദാമ്മ അവിടെ നിന്ന് എണീറ്റ് ഒരു സൈഡിലോട്ട് ഇങ്ങനെ ചെന്ന് നിൽക്കുകയാണ്. എന്താ വിഷ്ണുമോനെ, ഞാൻ എത്ര നേരമായി നിനക്ക് വിളിക്കുന്നത്? എന്താ ശാരദാമ്മ എനിക്ക് വിളിച്ചത്? അതെ, നിൻ്റെ അമ്മ എൻ്റെ മോളെ വഴക്ക് പറഞ്ഞതിനെ തുടർന്ന് നിൻ്റെ കുടുംബജീവിതം ശരിയാവാൻ വേണ്ടി ഷാലിനി ഈ നാട് വിടുന്നു. എങ്ങോട്ടേക്ക് എന്ന് ചോദിക്കുമ്പോൾ അഹമ്മദാബാദിലോട്ട് പോവാണെന്ന് പറയട്ടോ. ഇത് കേൾക്കുന്നതിനോടുകൂടി വിഷ്ണു പറയണേ, നിങ്ങൾ എന്നിട്ട് ഏത് റെയിൽവേ സ്റ്റേഷനാണ് എന്ന് ചോദിക്കുമ്പോൾ അതും പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ.
അങ്ങനെ ഈ നാട് വിടുകയാണ്. അവൾ ഇവിടെ നിന്നും ജോലി വേണ്ടെന്ന് വെച്ച് വേറൊരു സ്ഥലത്തോട്ട് ട്രാൻസ്ഫർ ചോദിച്ച് വാങ്ങിയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മോനെ എത്രയും പെട്ടെന്ന് ഈ ഒരു വരവ് ഈ ഒരു പോക്ക് ക്യാൻസൽ ചെയ്യണം, നീ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് എത്തണം എന്ന് ശാരദാമ്മ ആവശ്യപ്പെടുകയാണ്. പിന്നീട് ഒന്നും നോക്കില്ല, വിഷ്ണു പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്ത് തൻ്റെ ബൈക്കുമായി എടുത്ത് പോവാണ്. എന്നാൽ ശാരദാമ്മ തിരിഞ്ഞു നോക്കുന്നത് പപ്പിയുടെ മുഖത്തോട്ടായിരിക്കും കേട്ടോ. പപ്പിയാണെങ്കിലും അങ്ങനെ പൊട്ടിക്കരഞ്ഞും കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ ശാരദാമ്മ സത്യം കേട്ടോ, അങ്ങനെ സത്യം അങ്ങനെ പൊട്ടിക്കരയാണ്. അപ്പോൾ ശാരദാമ്മ ചോദിക്കുക, എന്താ മോളെ? അപ്പോൾ എൻ്റെ അമ്മ എന്നെ പറ്റിച്ചതാണല്ലേ, നിങ്ങൾ എന്നോട് ടൂർ പോവാന്ന് പറഞ്ഞ് എവിടെ നാട്ടിൽ നിന്ന് പോവുകയാണെന്ന് ചോദിക്കുമ്പോൾ ഇല്ല അതല്ല മോളെ, അത് ഞാൻ വിളിച്ചപ്പോൾ അങ്ങനെ സത്യം പറയാം, എൻ്റെ അമ്മക്ക് വേറെ സ്ഥലത്തോട്ട് ട്രാൻസ്ഫർ കിട്ടിയോ, ഇവിടെ നിന്ന് എൻ്റെ അമ്മ പോവുകയാണ്. ഇല്ല മോളെ, നീ ഇങ്ങോട്ട് വായോ എന്നൊക്കെ പറഞ്ഞ് ശാരദാമ്മ കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ ശാരദാമ്മ അവിടെ കൊണ്ടുപോകുമ്പോൾ എന്നെ പറ്റിച്ചതാണല്ലേ, അമ്മമ്മയും കൂടി എന്നെ പറ്റിച്ചില്ലേ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ വിട്ട് എനിക്ക് വരാൻ പറ്റില്ല, എനിക്ക് എൻ്റെ പപ്പിയെ വേണം, എൻ്റെ പപ്പി ഇല്ലാതെ എനിക്ക് കഴിയില്ല, എൻ്റെ ബിഗ് ഫ്രണ്ടിനെ എനിക്ക് വേണം എന്നൊക്കെ പറയും സത്യ ഇങ്ങനെ പൊട്ടിക്കരയുമ്പോൾ ശാലിനിക്ക് സങ്കടം താങ്ങില്ല കേട്ടോ. അങ്ങനെ ശാലിനി അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. പിന്നീട് ഒരു സൈഡിലിരുന്ന് ശാലിനി പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ വന്നിട്ടുണ്ടെന്നുള്ള ആ ഒരു മെസ്സേജ് എത്തുന്നത്. അങ്ങനെ ആ ട്രെയിനിലോട്ട് ശാലിനിയും സത്യയും ശാരദാമ്മയും കൂടി കയറണേ. എന്നാൽ ഈ സമയം വിഷ്ണുവിനെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. വിഷ്ണു വന്നുകൊണ്ടിരിക്കുന്നതിൽ വിഷ്ണുവിൻ്റെ ബൈക്ക് പെട്ടെന്ന് സ്റ്റക്ക് ആവുന്നുണ്ട്. പിന്നീട് വിഷ്ണു ഒരുപാട് കഷ്ടപ്പെട്ട് ആ ബൈക്ക് ഓൺ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ വിഷ്ണു ശാലിനിയുടെ അരികത്തെത്തുമ്പോൾ ശാലിനിയാണെങ്കിലും ഇങ്ങനെ പൊട്ടിക്കരയാണ്. കുഞ്ഞാണെങ്കിലും ഇല്ല അമ്മ, നമുക്ക് ഈ യാത്ര വേണ്ട, എനിക്ക് അവരില്ലാതെ കഴിയില്ല, എനിക്ക് അവരില്ലാതെ മുന്നോട്ട് ജീവിതം കഴിയില്ല, അതുകൊണ്ട് അമ്മ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്, നമുക്ക് തിരിച്ചു പോവാം, പപ്പിക്ക് എവിടെ അടുത്തോട്ട് പോവാം, നമുക്ക് പപ്പിയെ കാണാം, പപ്പിയുടെ അടുത്തോട്ട് പോവാം എന്നൊക്കെ പറയുമ്പോഴും ശാലിനി തൻ്റെ മനസ്സിലുള്ള സങ്കടങ്ങളെല്ലാം ഒതുക്കി കൂട്ടി ഒരു സൈഡിൻ്റെോട്ട് മുഖമാക്കിയതിന് ശേഷം ശാലിനി ഇങ്ങനെ പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം കുഞ്ഞ് അമ്മയോടല്ലേ പറയുന്നത്, എനിക്കെൻ്റെ പപ്പി ഇല്ലാതെ കഴിയില്ല, എനിക്കെൻ്റെ പപ്പിയെ കാണണം എന്ന് പറയുമ്പോൾ ശാരദാമ്മയും കരയുന്നുണ്ട്. അപ്പോൾ ഉടൻ തന്നെ ശാലിനിക്ക് അങ്ങ് ദേഷ്യം പിടിച്ച് പൊട്ടിത്തെറിച്ചും കൊണ്ട് നിന്നോടല്ലടി പറഞ്ഞത്, ഞാൻ എനിക്ക് ട്രാൻസ്ഫർ കിട്ടിയതാണ്, അല്ല അമ്മ ചോദിച്ച് വാങ്ങിയതാണ്, അമ്മ എന്തിനാണ് ഇവിടെ നിന്ന് പോകുന്നത്, എനിക്കെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇല്ലാതെ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സത്യം കരയുമ്പോൾ ശാലിനി അങ്ങ് വഴക്ക് പറയുന്നതിനോടുകൂടി കുഞ്ഞ് കരച്ചിൽ നിർത്തണം. എന്നാൽ ഈ സമയം വിഷ്ണുവിൻ്റെ വണ്ടിയൊക്കെ ശരിയായിരിക്കുകയാണ്. അങ്ങനെ വിഷ്ണു ബൈക്കിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലെത്താണ്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ വിഷ്ണു ശാലിനിയെ കണ്ണുകൾ കൊണ്ടിങ്ങനെ തിരക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയൊന്നും കാണാനില്ല. അങ്ങനെ ഒരു സ്റ്റെയറൊക്കെ കയറി അപ്പുറത്തെ ട്രാക്കിലോട്ട് വിഷ്ണു ഇങ്ങനെ കയറുന്ന സമയത്ത് ശാലിനി ഇങ്ങനെ നോക്കുന്നുണ്ട്, താഴോട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് വിഷ്ണു ഇങ്ങനെ മുന്നോട്ട് നടക്കുമ്പോൾ വിഷ്ണുവിൻ്റെ അടി തെറ്റി വിഷ്ണു താഴോട്ട് വീഴഴിയിട്ട് അതോടുകൂടി ആ സ്റ്റെയറിലെ ഹാൻഡിൽ ചെന്ന് തലയിടിക്കുന്നുണ്ട്. തലയുടെ ബാക്ക് അങ്ങനെ വിഷ്ണുവിൻ്റെ തല പൊട്ടുന്നുണ്ട്. പക്ഷേ അവിടെ തൊട്ടരികത്തുള്ള കോളേജ് കുട്ടികൾ വിഷ്ണുവിനെ അങ്ങ് എണീപ്പിച്ച് നിർത്തുന്നത് കൊണ്ട് തന്നെ വിഷ്ണു അത് വിഷയമാക്കാതെ തൻ്റെ കണ്ണ് മഞ്ഞളിച്ചിട്ടും തനിക്ക് കണ്ണിൽ പുതയിട്ടതുപോലെ ആയിട്ടും വിഷ്ണു അത് മൈൻഡ് ചെയ്യാതെ ശാലിനിയുടെ ആ ഒരു റെയിൽവേ സ്റ്റേഷനിലോട്ട് ആ ട്രെയിനിലോട്ട് അങ്ങ് കയറാനിട്ട. പിന്നീട് ശാലിനി എന്ന് പറഞ്ഞ് ഒരുപാട് തിരക്കി വിഷ്ണു ശാലിനിയുടെ അരികത്ത് എത്തുകയാണ്. ശാലിനി എന്ന് പറഞ്ഞ് വിഷ്ണു വിളിക്കുന്നുണ്ട്. പക്ഷേ തലയുടെ ബാക്കിലൂടെ വിഷ്ണുവിന് നിൽക്കാതെ രക്തം ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ട്. പക്ഷെ അതാരും ശ്രദ്ധയിൽപ്പെടുന്നില്ല. അങ്ങനെ ശാലിനി എന്ന് പറയുമ്പോൾ വിഷ്ണു ഞെട്ടി നിൽക്കുമ്പോൾ സത്യ വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ എനിക്ക് കാണണം, ബിഗ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിനെ കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു സീനൊക്കെയാണ് ഇനി വരാനിരിക്കുന്നത്. അങ്ങനെ ശാലിനിയുടെ പോക്ക് വിഷ്ണു തടയുന്നുണ്ട് കേട്ടോ.